ആ ഇ ഡി അല്ലേ? ആ അതെ അതെ, സംഖ്യ വിളിക്കുന്നേ. ആ പൃഥ്വിരാജിന്റെ കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചേ. സംഖ്യയാണേ, ചാണകസംഖ്യ വിളിക്കുന്നേ. പൃഥ്വിരാജിന്റെ കാര്യം പറയാൻ വേണ്ടി. അവൻ നമുക്കിട്ടൊന്ന് കൊട്ടി. കാര്യം നമ്മള് ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ പണി കൊടുത്തതാന്നേ. എന്നും കരുതി അവനൊരു സിനിമ എടുത്തിട്ട് അതിനകത്തങ്ങ് വെക്കാവോ? രായപ്പൻ, പൃഥ്വിരാജ് എന്നല്ല, രായപ്പൻ ഞങ്ങള് വിളിക്കുന്നേ. കമ്മിയല്ല, സംഖി സംഖി, ചാണകമല്ലേ, ചാണകസംഖി, മാറിപ്പോവല്ലേ, കമ്മിയല്ല, സംഖി സംഖി. ഞങ്ങൾ രണ്ടും ഒരുപോലായിരിക്കും, പക്ഷെ സംഖ്യകളെ വിളിക്കുന്നത് കേട്ടോ. സംഖി സംഖി, മനസ്സിലായോ? മോദിജിയുടെ, അമിത്ഷാജി ഇല്ലേ, ഷാജിയുടെ സംഖി സംഖി, ചാണകസംഖ്യ. ആ അവന്റെ ഒന്ന് റെയ്ഡ് ചെയ്യണം, അവനൊന്ന് നമുക്കിട്ട് കൊട്ടി. എന്നാ പറയാനാന്നേ, നമ്മുടെ സെൻസർ ബോർഡ് ഇരിക്കുന്ന ചാണകങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. അല്ല ഇങ്ങി സാധനമൊക്കെ കയറി വരുമോ? നമ്മളെല്ലാ സാധനവും കൊടുക്കുന്നല്ലേ. സ്കൂൾ പിള്ളേരുടെ ബുക്കിനകത്ത് പോലും നമ്മളെ അടിപൊളിയായിട്ടല്ലേ വെച്ചേക്കുന്നേ. നമ്മൾ സൂപ്പറാന്നല്ലേ പറയുന്നേ. നമ്മൾ ചാണകമാണ് ഉമ്മാരൊക്കെ പിള്ളേരൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ പൃഥ്വിരാജ് സോറി കേട്ടോ, രായപ്പൻ കയറി ഇമാര് പണി കാണിക്കും നമ്മൾ വിചാരിച്ചു. എന്നാലും നമ്മുടെ സെൻസർ ബോർഡ് ഇരുന്ന അണ്ണന്മാരൊക്കെ ഊഞ്ഞാലാന്നും പാടി ഇരിക്കുമല്ലായിരുന്നോ? നമ്മുടെ മൂട്ടിൽ തന്നെ പടക്കം വെച്ച് പൊട്ടിച്ചു. ഉമ്മാർക്കൊക്കെ എന്നാ പറ്റിയവാ, ചാണകം തീറ്റി നിർത്തിയെന്ന് തോന്നുന്നു. ആ ചാണകം തീറ്റി നിർത്തി, അല്ലായിരുന്നെങ്കിൽ പിന്നെ ഈ പണി കാണിക്കുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് സെൻസർ ബോർഡ് ഇരുന്നിട്ട് നമുക്കെതിരെ വരുന്ന സാധനങ്ങളൊക്കെ ഉമ്മാര് വെട്ടിക്കളയണ്ടേ, കട്ട് ചെയ്ത് കളയണ്ടേ. എനിക്കൊന്ന് ചാണകം തീറ്റിയും മൂത്രം കൂടി നിർത്തിയാന്ന് തോന്നുന്നു. പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ ചെരുപ്പ് നോക്കി ആ കഥ, അതൊക്കെ ചുമ്മാ എല്ലാവർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നും അറിയാൻ മേലെന്നേ. നമ്മളിതെല്ലാം വെട്ടിവിടുകയും പുസ്തകത്തിനകത്തു നിന്നൊക്കെ മാറ്റി വിടുകയൊക്കെ ചെയ്തോണ്ടിരിക്കുവല്ലേ. ആ അത് തന്നെ. അതായത് ഇവന്മാര് ഇപ്പൊ എന്നാ പണിയാ കാണിച്ചേ. അപ്പൊ ഈ രായപ്പനോട്ട് ഒരു പണി കൊടുക്കണം. അവനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ മൂട്ടിൽ പടക്കം വെച്ച് പൊട്ടിച്ചില്ലേ, ഇപ്പൊ ഉരു പൊട്ടും. നമ്മുടെ ഉരു പൊട്ടി ഒലിക്ക് വന്ന് മരുന്ന് വെച്ചിട്ട് നിക്കുന്നില്ല. മരുന്ന് വെച്ചിട്ട് നമ്മുടെ മൂട്ടിൽ കൂടെ പൊട്ടി ഒലിക്കുന്ന കുരുവിന്റെ ഇത് ഒലിപ്പ് നിക്കുന്നില്ല. എന്നെ ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. ആ അവന്റെ ഒന്ന് റെയ്ഡ് ചെയ്യണം. മോദിയണ്ണനെ കൊണ്ട് വിളിപ്പിക്കണോ ഇനി? ഉള്ളിയണ്ണം പോയി. ഇപ്പൊ ഉള്ളിയണ്ണ അല്ലേ, രാജീവേട്ടനാ. ആ രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളിയണ്ണനെ പറപ്പിച്ചില്ലേ. ഇപ്പൊ മറ്റേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ചേട്ടനാ. അതാ ഇപ്പം നമ്മുടെ ചാണകസംഖ്യകളുടെ പ്രസിഡന്റേ. പുള്ളി കലിപ്പിലാണ്, പുള്ളി നല്ല കലിപ്പാ. പുള്ളി പറഞ്ഞല്ലോ എല്ലാത്തിനും കൊടുക്കുമെന്ന് പുള്ളി പറഞ്ഞിട്ട്. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന നമ്മുടെ നോമിനിയെക്കെട്ടൊക്കെ പണി കൊടുക്കുമെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി കലിപ്പനാ, പുള്ളി കൊടുത്തോളും. അപ്പം എന്റെ പൊന്നിടിയണ്ണ അവൻ്റെ കൊടുക്കണം. രായപ്പനെ പൂട്ടണം. അവനെ ഇങ്ങനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാല് അവൻ ഇനിയും നമ്മുടെ മൂട്ടി വെച്ച് വടക്കം വെച്ച് പൊട്ടിക്കും. എന്തുമാത്രം പഞ്ഞിയാന്നും കരുതിയ മൂട്ടി തിരിക്കൊണ്ടിരിക്കുന്നേ. മടുത്തുന്ന്, ഒരു രക്ഷയില്ല. ഭയങ്കര വേദന ഇപ്പൊ. അയ്യോ, ഇരിക്കാൻ പോലും ഇല്ല. അതുകൊണ്ട് ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞാ നമ്മൾ ഇരിക്കുന്നേ. ഭയങ്കര വേദന ചോദിച്ചാൽ സഹിക്കാൻ വരുന്നത്. ഈ ഗുരു പൊട്ടി ഒഴുകിയിട്ടേ ഒരു രക്ഷയില്ല. ശരി എന്നാ, ശരി.